സത്യാന്വേഷണത്തിന് പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലൈംഗികത അങ്ങനെ ഒരു അല്ല, അത് പലപ്പോഴും അവരത് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടല്ലല്ലോ. മറ്റൊരു ഏതോ ഒരു മാനത്തിലുള്ള ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ ഒരു സത്സന്താനത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോൾ വിഭാണ്ഡക മഹർഷി ഋഷിശൃംഗനെ വളർത്തിക്കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും പിന്നെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയാണെങ്കിലും പിന്നെ അത് വേറെ വഴിക്ക് പോയി. പക്ഷെ എന്നാലും ഋഷിശൃംഗൻ്റെ യാഗത്തിൽ നിന്നാണ് പിന്നെ രാമൻ ജനിക്കുന്നത്. അങ്ങനെ കുറേ ഇൻ്റർ കണക്ഷൻസ് കാണാം. പക്ഷെ ഒക്കെ ഒരു ഹൈലി എന്താ പറയുക, ജീവിതത്തെ ഒരു വളരെ വലിയ ലെവലിൽ നിന്നും സൂക്ഷ്മതലങ്ങളിൽ നിന്നും അറിയാനുള്ള ഒരു ഇതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് ബ്രാഹ്മണ്യം. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് പറയുമല്ലോ. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്, അറിവില്ലാത്തവരാണ്. കർമ്മം കൊണ്ട് ബ്രാഹ്മണർ. അറിവില്ലാത്തവരാണോ അതോ ഈ തമസ് ഈ ഗുണങ്ങളുടെ വരുന്ന ഒരു അസന്തുലനം? അറിവെന്ന് പറയുമ്പോൾ സാധാരണ ജീവിക്കാനുള്ള അറിവല്ല, സാധാരണ ജീവിച്ചു പോകാനുള്ള അറിവല്ല, അതിൽ കടന്നൊരു അറിവ് വരുന്നതിൻ്റെ അത് ഗുണങ്ങളുടെ മാറ്റവും വരുമല്ലോ. ഇപ്പം ജീവൻ ഇവോൾവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിൽ നിന്ന് പോയി അങ്ങനെ സത്വഗുണത്തിൽ വന്ന് അത് ഗുണാതീതമായിട്ടും പോകുമല്ലോ. ഒറിജിനലി സ്പിരിച്വാലിറ്റി പ്ലേഡ് എ ബിഗ് പാർട്ട് അല്ലേ. ഇതായിരുന്നു വിജയന്റെ അന്വേഷണത്തിൽ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് ഈ താഴ്ന്ന ജാതികൾ തിരിച്ചു ചെല്ലുന്ന ഈ ബ്രാഹ്മണ്യത്തിൽ നിന്ന് നമ്മൾ ശ്രീനിവാസന്റെ ബ്രാഹ്മണവൽക്കരണം അല്ല പറയുന്നത്, പക്ഷെ അതായത് അത് നമ്മൾ അനുകരണമാണ്. ഈ സാമൂഹ്യശാസ്ത്രജ്ഞൻ ശ്രീനിവാസൻ പറയുന്നുണ്ടല്ലോ സംസ്കൃതൈസേഷൻ. അപ്പം നമ്മൾ താഴ്ന്ന ജാതിക്കാർ അമ്പലത്തിൽ പോണു, പിന്നെ എല്ലാം ബ്രാഹ്മണരുടെ രീതികൾ അനുകരിക്കുന്നു. അതല്ല, അതായത് ശരിക്കും ഒരു ഒറിജിനൽ ആത്മീയതയിലേക്ക് വരുന്നൊരവസ്ഥ, ആത്മീയതയിലൂടെ അന്വേഷണം. താഴ്ന്ന ജാതിക്ക് വരുന്നതിൻ്റെ ചില കാര്യങ്ങൾ സ്വന്തം താവഴികളിൽ കണ്ടതിൻ്റെ പിന്നെ ആ കാര്യം ഏട്ടൻ ഗ്രഹിച്ച് അതിനെ കൂടി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ തലമുറകളിൽ ശ്രമിച്ചതെന്നാണ് എൻ്റെ. സോ കാസ്റ്റ് ഇസ് വൈഡ്ലി ഡിസ്കസ്ഡ്. ചേച്ചി എങ്ങനെയാണ് കാണുന്നത് വിജയനെ? എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഹൗ ഡു യു സീ വിജയൻ? എങ്ങനെ ശ്രീമതി ഉഷയെ കണ്ടെന്നുള്ളപ്പോൾ പറഞ്ഞു അങ്ങോട്ട് എങ്ങനെ കണ്ടു? വളരെ ആദരവോടെ. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുട്ടിക്കാലത്തെ വാക്കുകളിൽ വലിയ താല്പര്യമായിരുന്നു. വളരെ ചെറുതാകുമ്പോഴേ എന്ത് വാക്കാണെങ്കിലും വാക്ക് പിടിച്ചെടുക്കാനായിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ അമ്മ ഇവരാണെങ്കിലോ ഏട്ടനും ചേച്ചിയും ഒക്കെ കവിതയൊക്കെ ചൊല്ലി നടക്കും. എന്തെങ്കിലുമൊക്കെ രണ്ടുപേരെയായിരിക്കും. ഏട്ടനന്ന് എന്താ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നിപ്പന്തങ്ങൾ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ആ അന്തരീക്ഷത്തിൽ ഇവരുടെ കുട്ടിക്കാലമാണല്ലോ, നവയൗവനത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഞാനും ഇതൊക്കെ കാണാപ്പാടം പഠിക്കും. എനിക്ക് അന്ന് ഭയങ്കര ഗ്രാഫിക് മെമ്മറിയാണ് ഏട്ടൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷയിൽ ഏട്ടൻ ഇങ്ങനെ ഈ ഒരു നവീനമായിട്ടുള്ളൊരു രീതിയിൽ ഏട്ടൻ്റെ വാക്കുകൾ വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പിലി സർപ്രൈസ്ഡ് അല്ലേ. വളരെ എക്സൈറ്റഡ്ലി സർപ്രൈസ്ഡ് ആയിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ വാക്കുകളോട് ഭയങ്കര ഒരു കൂറും ഒരു ബഹുമാനവും ഒരു സേക്രഡ്നെസ് ആയിരുന്നു ഏട്ടൻ്റെ വാക്കുകൾ. കൃഷ്ണമൂർത്തിയെ കാണാൻ ചെന്നതും അതിനുശേഷം ഗുരുവിനെ കണ്ടതും അത് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് നിങ്ങൾ കുറിക്കാൻ പറയുകയാണെങ്കിൽ അത് ഗുരുവിനെ കണ്ട ദിവസം എന്ന് ഞാൻ പറയും. 1981 മെയ് മാസത്തിൽ ഞാൻ കാണുന്ന അവസാനം. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം നിന്നു, ഏട്ടനും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത് വല്ലാത്തൊരു കൂടിക്കാഴ്ചയാണ്. കാരണം സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗുരുവിൻ്റെ ഒരു പര്യായം പോലെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. സിംപ്ലിസിറ്റി ആൻഡ് ഡയറക്റ്റ്നെസ്, ആർജവം, പിന്നെ എന്തോ ഒരു വലിയ പ്രകാശം, എനിക്ക് പുറത്ത് കാണുന്ന പ്രകാശത്തിൻ്റെ അനുഭവം, അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ പിറ്റേ ദിവസം അന്ന് ഞങ്ങളോട് രാത്രി ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് എത്തി. ഞാനീ പറയുന്ന ഗുരു അറിയാമല്ലോ, എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ നവജ്യോതിശ്രീ കരുണാകര ഗുരു, ശാന്തിഗിരി ആശ്രമം. അപ്പോൾ ഗുരുവിനെ കണ്ടിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര പറഞ്ഞു. ഉച്ചയ്ക്ക് യാത്ര പറയാനിരുന്നപ്പോൾ അതുവരെ ഗുരു എന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഗുരു എന്നെ ഒരു നിമിഷം, നീണ്ടൊരു നിമിഷം വളരെ
ഒരു നിശ്ചലമായ രീതിയിൽ നോക്കി, കണ്ണിമയ്ക്കാതെ ഒരു നിമിഷം. അത് പക്ഷേ എനിക്ക് വളരെ വലിയ കാലമായിട്ട് തോന്നി. ഇറ്റേണിറ്റി. എനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഒരു വികാരമല്ല സംഭവിക്കുന്നത്, പക്ഷെ ഒരു വളരെ മനോഹരമായ നിശ്ചലിതത്വം. അത് എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്കത് എനിക്കിങ്ങനെ എൻ്റെ ജീവൻ തന്നെ അങ്ങോട്ട് തണുത്തു, അല്ലെങ്കിൽ അത് ബാലൻസ്ഡായി. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഞാൻ ഏട്ടൻ്റെ മരണശേഷം എനിക്ക് വളരെയധികം ഒരു വിഷമമൊക്കെ ഉണ്ടായതുകൊണ്ട് ഗുരുവിൻ്റെ പിൻഗാമി, ഗുരു ഇപ്പോൾ ശരീരത്തിലില്ല, ഗുരുവിൻ്റെ പിൻഗാമി അമൃതാജ്ഞാന തപസ്വിനി എന്നാണ് പേര്. ജനനി അമൃതാജ്ഞാന തപസ്വിനി, ശിഷ്യപൂജിത, ശരിക്കും ശിഷ്യന്മാരിൽ പൂജിതയായിട്ടുള്ള ശിഷ്യപൂജിത ജനനി എന്നെ വിളിച്ച് ആശ്രമത്തിൽ നിർത്തിയിരിക്കുകയാണ്.